ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ധാരാളമായി ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അതിനനുസരിച്ചുകൊണ്ടുള്ള സൽപ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 280-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. വത്തഖൂ, മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെ അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ثم توفى كل نفس ما كسبت, അങ്ങനെ അല്ലാഹുവിങ്കലേക്ക് നിങ്ങളെ മടക്കപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. വഹും ലാ യുദ്ലമൂൻ, ഒരാളും അല്ലാഹുവിന്റെ അടുക്കൽ അനീതിക്കും അക്രമത്തിനും വിധേയമാകുകയില്ല എന്നതാണ് ആ ആയത്തിന്റെ ആശയസാരം. അപ്പൊ മനുഷ്യർക്ക് ജീവിതത്തിൽ നമുക്കെല്ലാം വന്നു ചേരുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച്, നമ്മളൊക്കെ ഒരുപാട് അകലെയാണ്, ഇനിയും ഒരുപാട് കാലമുണ്ട് എന്ന പ്രതീക്ഷയിൽ ജീവിക്കുമ്പോൾ അതിനിടക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള മരണത്തെക്കുറിച്ച് ഓർക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മോട് കൽപ്പിക്കുന്നത്. വത്തഖൂ, നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. യൗമൻ, ഒരു ദിവസത്തെ, ഒരുപാട് ദിവസങ്ങൾക്ക് വേണ്ടി നാം ശ്രദ്ധ പുലർത്തുകയും നല്ല കൂടിയാലോചനകൾ നടത്തുകയും ഏറെ ശ്രദ്ധയോടുകൂടി ആ ദിവസങ്ങളിലെ കർമ്മങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ നാം ജാഗ്രത കാണിക്കുകയും ചെയ്യാറുണ്ട്. കുടുംബത്തിൽ ഒരു വിവാഹമുണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വസ്ത്രം വേണം, പറ്റുമെങ്കിൽ നല്ല ഒരു വാഹനത്തിൽ അവിടെ ചെന്നിറങ്ങണം, ഇങ്ങനെ അതിന് ഡ്രസ് കോഡ് വേണം. ഇങ്ങനെയൊക്കെ ആ ഒരു ദിവസത്തേക്ക് എത്തിപ്പെടാനുള്ള ആലോചനകളും ചിന്തകളും നാം ചെയ്യാറുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ ഓരോ ഫംഗ്ഷനുകൾക്ക് വേണ്ടി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട്. ഈ ദിവസത്തെ കുറിച്ച് പറയുന്നത്, ഈ ദിവസം നമ്മുടെ മടക്കമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ദുനിയാവിൽ ജീവിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് എത്ര ഒരുക്കം വേണം? നമ്മുടെ ശരീരത്തെ ശരിയായ രൂപത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും ഭക്ഷണമെല്ലാം വളരെ ക്ലിയർ ചെയ്ത്, നമ്മുടെ ജീവിതത്തിൽ എത്രയാണ് വെള്ളം കുടിക്കേണ്ടത് അതൊക്കെ കണക്കാക്കി, ഇങ്ങനെയൊക്കെ ഈ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ ആയുസ് കിട്ടിയാലായി, ഇനി അതല്ലെങ്കിൽ ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടുകൂടി ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഈ ശ്രദ്ധയും ജാഗ്രതയും നമ്മളെല്ലാവരും പുലർത്താറുള്ളത്. എന്നാൽ ഈ ദിവസത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത്, ആ ദിവസം നമ്മുടെ മരണത്തിന്റെ ഡേറ്റ് ആണ്. അതാണ് യൗമൻ, ആ ദിവസം. അത് വരാനുള്ള ദിവസങ്ങളിലെ കലണ്ടറിലെ ഏതോ ഒരു ദിവസമാണ്. അന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ അജണ്ട നമ്മുടെ മയ്യത്ത് നമസ്കാരവും നമ്മുടെ ഖബർ അടക്കലും നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മുടെ മയ്യത്ത് സംസ്കരണവും നമ്മെ മയ്യത്ത് കുളിപ്പിക്കുന്നതും ഇതൊക്കെയായിരിക്കും ഏറ്റവും അടുത്ത ആളുകളുടെ ചർച്ചയും അതിനുള്ള ഒരുക്കവും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരുക്കങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇവിടെ ഒരുങ്ങും. ഒരു മുസ്ലിമായി ഒരു മനുഷ്യൻ ജീവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എത്ര വൃത്തികെട്ട മനുഷ്യനാണെങ്കിലും
അയാൾക്ക് വേണ്ടി നമസ്കരിക്കുകയും അയാളെ ഖബറടക്കുകയും അയാളെ സംസ്കരിക്കുന്നതും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതാരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും പാപികളായി തീരും. ആരെങ്കിലുമൊക്കെ കുറച്ച് ആളുകൾ അതിന് വേണം. അപ്പൊ ഒരുക്കങ്ങൾ മരണത്തിന് ശേഷമുള്ളത് എല്ലാവരുടേതും ഒരുപോലെയായിരിക്കും. ഒരേ കടയിൽ നിന്നായിരിക്കും മയ്യത്ത് സംസ്കരണത്തിനായിട്ടുള്ള തുണി കൊണ്ടുവരിക. അതിനെടുക്കാനുള്ള വെള്ളവും പാത്രവും മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുമൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒരേ ആളുകളൊക്കെ ആയി തീരാറുണ്ട്. ഒരുക്കങ്ങളൊക്കെ ഒരുപോലെയാണ്. മയ്യത്തിന് വേണ്ടി ഖബർ കുഴിക്കുന്നതും ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതും, ഏതൊരു മയ്യത്താണെങ്കിലും പ്രിയപ്പെട്ട ആളുകൾ പോയി ഖബറടക്കി കഴിഞ്ഞതിന് ശേഷം തസ്ബീത്ത് ചൊല്ലുന്നതും ഇതൊക്കെ ഒരുപോലെയായിരിക്കും. ഈ ഒരുക്കങ്ങൾ കണ്ടുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ആളുകളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എങ്ങനെ ജീവിച്ചാലും ആ സമയത്ത് ഈ പ്രാർത്ഥനകളൊക്കെ നടത്തി ഒരു 3-4 ദിവസം കുറച്ച് പുരോഹിതന്മാർ വീട്ടിലേക്ക് വന്ന് പിന്നെ ഒരു 3-ഉം ഒരു 40-ഉം ഒരാണ്ടും ഓരോ വർഷവും ഭക്ഷണവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കിങ്ങനെ തോന്നുകയാണ് ആര് മരിച്ചാലും ഇതൊക്കെ ഇങ്ങനെ ഒരുപോലെ നടന്നു പോകുന്നതാണ്. പക്ഷെ ആ നടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കേണ്ടത് തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാകും. വഹും ലാ യുദ്ലമൂൻ, ഒരു അനീതിയും അല്ലാഹു ഒരു മനുഷ്യനോടും കാണിക്കുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്ന ഓർമ്മ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഉണ്ടാകണം എന്നതാണ് ഖുർആൻ പറയുന്നത്. ആ ഓർമ്മ നമ്മുടെ എവിടെയൊക്കെയോ ഉണ്ട്. ആ ഉള്ള ഓർമ്മയെ നമ്മൾ വർദ്ധിപ്പിക്കണം, ഈമാനികമായി ഉയർത്തണം. ആ ഓർമ്മ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സമയമാകുമ്പോൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത്. ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിലുള്ള ഓർമ്മയാണ്. ആ ഓർമ്മയുള്ളത് കൊണ്ടാണ് ഏത് തിരക്കിനിടയിലും വെള്ളിയാഴ്ച നേരത്തെ നാം പള്ളിയിലെത്തുന്നത്. ആ ഓർമ്മയുള്ളത് കൊണ്ടാണ് പ്രായമായ മാതാപിതാക്കളെ നാം സംരക്ഷിക്കുന്നത്. ആ ഓർമ്മയുള്ളത് കൊണ്ടാണ് നാം വിവാഹം കഴിച്ച ഭാര്യയോടും ഭർത്താവിനോടുമൊക്കെ മാന്യമായി പെരുമാറുന്നത്. ആ ഓർമ്മയുള്ളത് കൊണ്ടാണ് ഹറാമുകൾ ചെയ്യാൻ സാധ്യതയും ചാൻസും കിട്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആ ഓർമ്മയെ നിങ്ങൾ ശാക്തീകരിക്കണം എന്നതാണ് ഖുർആൻ പറയുന്നത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തിറു, നിങ്ങൾ ധാരാളമായി ഓർക്കണം. ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും നിങ്ങളുടെ അഭിരുചികളെയും ഒക്കെ തകർത്ത് കളയുന്ന ഒന്നിനെ കുറിച്ച്, യഅനി അൽ മൗത, അത് മരണമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. അത് നമ്മളോടാ പറയുന്നത്. വമാ തദ്രി നഫ്സുൻ, ഒരാൾക്കും അറിയില്ല, മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കുക, സമ്പാദിക്കുക എന്നത്. അത് നമ്മുടെ ന്യൂനതയാണ്. അടുത്ത നിമിഷം എന്തുവടെ സംഭവിക്കും നമുക്കറിയൂല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏത് ഭൂമികയിൽ വെച്ച്, കടയിൽ വെച്ചാണോ, വീട്ടിൽ വെച്ചാണോ, ജോലിസ്ഥലത്ത് വെച്ചാണോ, വാഹനത്തിൽ വെച്ചാണോ, യാത്രയിലാണോ, വിദേശത്താണോ, സ്വദേശത്താണോ, ഒരാൾക്കും അറിയൂല. എവിടെ വെച്ചാണ് നിങ്ങൾ മരിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല. നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയും? ഒരാൾക്കും പറയാൻ കഴിയില്ല. എന്റെ മരണം എവിടെ വെച്ചായിരിക്കും ഒരാൾക്കും പറയാൻ കഴിയില്ല. നമ്മുടെ ദുർബലതയാണ്. ഇദാ അറാദല്ലാഹു ഖബല റൂഹ അബ്ദിൻ ജഅല ലഹു ഫീഹാ ഹാജ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ഖബല റൂഹ അബ്ദിൻ, ഒരു മനുഷ്യനെ അല്ലാഹു മരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ജഅല ലഹു ഫീഹാ ഹാജ, ഒരു സ്ഥലത്ത് ആ മനുഷ്യന് ഒരു ആവശ്യം ഉണ്ടാകുമെന്നാണ്. അവിടെ ഒരു ആവശ്യം ഉണ്ടാവും. അത് ഹോസ്പിറ്റലാകാം, അവിടെ നമ്മൾ എത്തും, അവിടുന്ന് മരിക്കും. അത് വീട്ടിലാകാം, അവിടെ ഒരു ആവശ്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരാവശ്യം അവിടെ ഉണ്ടാകുമെന്നാണ്. അപ്പൊ മരണത്തിന്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുക്കത്തിന്റെ കാര്യത്തിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നല്ല ജാഗ്രത വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. നമ്മൾ മരിക്കും, ഈ ഓർമ്മ എപ്പോഴും നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ? നമുക്ക് ചെയ്യാനുള്ളത് സൽക്കർമ്മങ്ങൾ നല്ല നീയത്തോടുകൂടി
ഒന്നിനു മുകളിൽ ഒന്നായി ചെയ്തുകൊണ്ടേയിരിക്കണം. മനുഷ്യരാണ്, വീഴ്ചകൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും, അപാകതകൾ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്ത് ഒന്നിനു മുകളിൽ ഒന്നായി നമുക്ക് പ്ലാനിങ്ങോടുകൂടി ചേർത്ത് വെക്കണം എന്നതാണ് മതം പറയുന്നത്. നല്ല പ്ലാനിങ് വേണം, നമ്മുടെ സമയത്തെ കുറിച്ച് പ്ലാനിങ് വേണം. വെറുതെ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമായി അങ്ങനെ നമ്മൾ പോയിട്ട് കാര്യമില്ല. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ നന്മയും അദ്ദേഹത്തിന്റെ തഖ്വയും അദ്ദേഹത്തിന്റെ വറഉം ഒക്കെ കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഷാമിലെ ഹിംസിലെ ഗവർണറാക്കുകയാണ്. ഗവർണർ ആകണമെന്ന് പറഞ്ഞു. നിങ്ങളാണ് ഇനി മുതൽ ഹിംസിലെ ഗവർണർ. അദ്ദേഹം ഒരിക്കലും സമ്മതിച്ചില്ല, ഞാൻ ആകൂല. അത് ഈ സ്ഥാനമാനങ്ങളോടുള്ള ഒരു ഇസ്ലാമിക കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സത്യത്തിൽ അതാണ്. അത് നമ്മൾ ആഗ്രഹിക്കാതെ നമ്മിലേക്ക് എത്തിച്ചേർന്നാൽ അതിനൊരു ബറക്കത്ത് ഉണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചു വന്നോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, അത് വെച്ച് നമ്മളെ കുടുക്കും പടച്ചു. ആഗ്രഹിക്കാതെ വന്നാലോ പരമാവധി നമുക്ക് ചെയ്യാം. അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഹിംസിലെ ഗവർണറാക്കി. അപ്പൊ എന്ത് ചെയ്യും? തിരക്ക് കൂടും. ഇസ്ലാമിക ഗവർണറാകാൻ അതിന് നന്മയുണ്ട്, കൂലിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ അടിസ്ഥാന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പിഴവ് സംഭവിക്കുമോ എന്നാണ് അദ്ദേഹത്തിന്റെ പേടി. എന്റെ ഇബാദത്തിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു റൂട്ട് ഉണ്ട്. നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ റൂട്ട്. നമുക്ക് നമ്മുടെ ജോലി ഉണ്ടാവും, അതിനിടക്ക് ബാങ്ക് കൊടുക്കും, പള്ളിയിൽ പോകണം, സുന്നത്ത് നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം, മഗ്രിബിന് ശേഷം വിശുദ്ധ ഖുർആൻ ഓതണം, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് വുളു എടുക്കണം, കിടന്നുറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലണം. ഇതൊക്കെ ഒരു ബേസിക് ആയി, ഇതിനൊന്നും വലിയൊരു അധ്വാനമൊന്നുമില്ല. പക്ഷെ അതൊരു റൂട്ടാണ്. അതുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖാണ്. അതായത് ഒരു ഖനാഅത്തുൽ ഖൽബ്, ഒരു ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കും. അപ്പൊ ഇദ്ദേഹത്തെ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ ഹിംസിലെ ഗവർണറാക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിംസിലേക്ക് വന്നു. എന്നിട്ട് ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അവര് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 4 പരാതികൾ അദ്ദേഹത്തെ കുറിച്ച് ബോധിപ്പിക്കാനുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിന്റെ കാലമാണ്, നേതാവാണെന്ന് വിചാരിച്ച് എന്തും ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ അതിനെ കൃത്യമായി ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് ആ അഭിപ്രായങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഒന്നാമത്തെ പരാതി ആളുകൾ പറഞ്ഞു, അദ്ദേഹം കാലത്ത് വൈകിയാണ് ഞങ്ങളുടെ അടുത്തേക്ക് എത്താറുള്ളത്. കുറച്ച് വൈകും, രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്തേക്കൊക്കെ ഒന്ന് എത്തിപ്പെടാൻ കുറച്ച് വൈകും. രണ്ടാമത്തെ പരാതി അവർ പറഞ്ഞു, രാത്രി ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ അധിക സമയങ്ങളിലും കഴിയാറില്ല. അതിനൊരു സൗകര്യം ഞങ്ങൾക്കില്ല രാത്രി കാലത്ത് അദ്ദേഹത്തെ കാണാൻ. മൂന്നാമത്തേത് അദ്ദേഹം പറഞ്ഞു, മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം ഞങ്ങളെ ആരെയും കാണാറില്ല, ഞങ്ങളും അദ്ദേഹത്തെ ആരും കാണാറില്ല. നാലാമത്തേത് അവർ പറഞ്ഞു, അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം സംഭവിക്കും. ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധക്ഷയം സംഭവിക്കും, ബോധം കെട്ട് അദ്ദേഹം വീഴും. ഈ 4 പരാതികൾ ഈ സഹാബിയെ കുറിച്ച് ഈ ഭരണീയർ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള സൗകര്യം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ ആശ്ചര്യം, നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഗവർണറാക്കി. നല്ല അഭിപ്രായമൊക്കെ ആളുകൾക്കുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട 4 പരാതികളാണ് അവർ ഉന്നയിച്ചത്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഖലീഫ, നിങ്ങൾ എനിക്ക് അനുവദിച്ചിട്ടുള്ള പണം, ആ പണം പൂർണ്ണമായിട്ട് ഞാൻ എടുക്കാറില്ല. അദ്ദേഹത്തെ ഖിലാഫത്തെ ഗവർണറായി ഏൽപ്പിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് കഴിയാൻ വേണ്ടി കൊടുത്തൊരു തുക ഉണ്ടായിരുന്നു. അതിൽ കുറച്ചു തുക അവളെ ഏൽപ്പിച്ച് ബാക്കി അദ്ദേഹം പറഞ്ഞു, ഞാനിത് ഒന്ന് നിക്ഷേപിക്കുക എവിടെങ്കിലും. ഇടക്കിടക്ക് ഭാര്യ ചോദിക്കുന്നതാണ്, ഏൽപ്പിച്ച ഉടനെ ആ നിക്ഷേപം എന്താ, ഈ ലാഭം ഉണ്ടോന്നൊക്കെ. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയാ, ലാഭമുണ്ട്, നല്ല ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരിക്കൽ ചിരിച്ചു ഭാര്യ ഇത് ചോദിച്ചപ്പോ. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം തുറന്നു പറഞ്ഞു, ഈ നിക്ഷേപം എവിടെയെന്നറിയാം, വളരെ അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയുള്ള പണമെടുത്ത് ബാക്കിയൊക്കെ അദ്ദേഹം സാധുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, അതാണ് നിക്ഷേപം. അദ്ദേഹം പറഞ്ഞു, നഷ്ടപ്പെടാത്ത ഒരു നിക്ഷേപമുണ്ട്. അപ്പൊ അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത്, ഞാൻ വേലക്കാരെ വെച്ചിട്ടില്ല,
ഞാൻ സ്വന്തം എന്റെ കൈകൊണ്ട് പൊടി കുഴച്ച് റൊട്ടിയുണ്ടാക്കി അത് ഭക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ആളുകളിലേക്ക് എത്തിപ്പെടാറുള്ളത്. ഒന്നാമത്തെ പരാതിയിൽ ആളുകൾ സംതൃപ്തരായി. അദ്ദേഹത്തിന്റെ ലാളിത്യത്തിൽ, അദ്ദേഹത്തിന്റെ വിനയത്തിൽ ആളുകൾക്ക് സംതൃപ്തിയായി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, പകൽ ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി വിശ്രമ സമയം പോലും ഉപയോഗപ്പെടുത്താതെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. രാത്രി എന്റെ റബ്ബിനുള്ള സമയമാണ്. ഖലീഫയോട് അദ്ദേഹം പറഞ്ഞു, രാത്രി എന്റെ റബ്ബിനുള്ള, എന്റെ സൃഷ്ടാവിനുള്ള സമയമാണ്. എന്റെ രാത്രി നമസ്കാരത്തിന്റെ സമയമാണ്, എന്റെ ആരാധനയുടെ സമയമാണ്. അതുകൊണ്ടാണ് രാത്രിയിൽ പലപ്പോഴും എന്നെ കാണാൻ അവർക്ക് സാധിക്കാത്തത്. മൂന്നാമത്തേത് അദ്ദേഹം പറഞ്ഞു, മാസത്തിലൊരിക്കൽ എന്റെ വസ്ത്രം ഞാനാണ് അലക്കാറുള്ളത്. ആ വസ്ത്രം മുഴുവനായി അലക്കി അത് ഉണങ്ങാൻ വേണ്ടിയുള്ള സമയമാണ് മാസത്തിലൊരിക്കൽ. അതുകൊണ്ടാണ് ഇവരെ എനിക്ക് കാണാൻ കഴിയാത്തത്. നാലാമത്തേത് അദ്ദേഹം പറഞ്ഞു, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ, എന്തുകൊണ്ടാണ് ബോധക്ഷയം സംഭവിച്ചതെന്ന് വിശദീകരിക്കാം. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഓരോ മാംസങ്ങളും ഇങ്ങനെ അരിഞ്ഞെടുത്ത് അദ്ദേഹത്തെ ഈന്തപ്പനയിൽ ഇങ്ങനെ തറച്ചു വെക്കുകയാണ്. വലിയ ആണി കൊണ്ട് തറച്ചു വെച്ചിട്ട് ശത്രുക്കൾ ചോദിക്കണം, നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ മുഹമ്മദും നീ സ്വസ്ഥമായി നിന്റെ വീട്ടിലുമാണെങ്കിൽ എന്താണ് നിന്റെ അഭിപ്രായം? അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം പറയണം, ആ സമയത്ത് ഹുബൈബ് പറഞ്ഞു, എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറച്ച് എന്റെ വീട്ടിൽ ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുക എന്നത് എനിക്ക് ആലോചിക്കാൻ കഴിയൂല. ശത്രുക്കൾ ഹുബൈബിനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ കൂടാനോ, അദ്ദേഹത്തിന്റെ വിശ്വാസം സ്വീകരിക്കാനോ, അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാനോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത പല സമയങ്ങളിലും പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അതിശക്തമായി വരും. ആ സമയത്താണ് എനിക്ക് ബോധക്ഷയം സംഭവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 കാര്യങ്ങൾ, 3 കാര്യങ്ങളും ജീവിതത്തെ കുറിച്ചുള്ള പ്ലാനിങ് ആണ്. നമ്മൾ മനുഷ്യരെന്ന നിലക്ക് നമുക്ക് കുറെ സൗകര്യങ്ങൾ ഉണ്ടാകും. സൗകര്യങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സന്തോഷങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമ്പത്തികമായ അഭിവൃദ്ധിയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അത് പ്ലാനിങ്ങോടുകൂടി നാം ചെയ്യണം. നമ്മുടെ ആരാധനകൾ, നമസ്കാരം, അത് പ്ലാനിങ് ആകണം. അല്ലാഹു റസൂലിനോട് ചോദിച്ചല്ലോ, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള സൽക്കർമ്മം ഏതാണ്? അസ്സലാത്തു അലാ വഖ്തിഹാ, വഖ്തിൽ കൃത്യമായി നമസ്കരിക്കുക എന്നതാണ്. ثم അയ്യു, പിന്നെ ഏതാണ്? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നാണ്. ثم അയ്യു, പിന്നെ ഏതാണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, പഠിച്ചു മനസ്സിലാക്കിയ ആദർശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അതിയായ ആഗ്രഹമുണ്ടാകുകയും അതിനുവേണ്ടി തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതുമാണ്. അത് 3ഉം പ്രതിഫലാർഹമായ ശ്രേഷ്ഠമായ കാര്യമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തണം. എന്തിന്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഒരു ദിവസം അല്ലാഹുവിങ്കലേക്ക് നമ്മൾ മടക്കുമെന്നാണ്. ആ മടക്കുന്ന ദിവസത്തിൽ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും ഒരുപോലെയാകില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ജാസിയയിലെ 21-ാമത്തെ വചനത്തിലൂടെ മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അം ഹസിബല്ലദീന ജതറഹുസ് സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സവാഉൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. വല്ലാത്തൊരായത്താണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? അം ഹസിബല്ലദീന ജതറഹുസ് സയ്യിആത്, തിന്മകൾ ചെയ്ത് നടക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്കാണ്. വേണ്ടാത്ത ഇങ്ങനെ ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് ഒരു വിചാരമുണ്ടോ? അന്നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളും അവരും സവാഅൻ മഹ്യാഉം വമമാതുഹും, അവരുടെ മരണവും അവരുടെ മരണാനന്തര ജീവിതവും.
നിഷേധവും ശിർക്കും കുഫറും തോന്നിവാസവും ജീവിതത്തിലാക്കി നടക്കുന്നവരുടെ മരണവും മരണാനന്തര ജീവിതവും, സൽക്കർമ്മവും വിശ്വാസവും സ്വീകരിച്ചവരുടെ മരണവും മരണാനന്തര ജീവിതവും ഒരുപോലെയാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ വളരെ മോശം വിചാരവും കാഴ്ചപ്പാടുമാണ് അവർക്കുള്ളത്. ഒരിക്കലും അങ്ങനെ ആവൂല. നന്മ ചെയ്തവർ തന്നെയാണ്, തിന്മ ചെയ്തവരോ തിന്മ ചെയ്തവർ തന്നെയാണ് എന്നാണ് ശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൈശാചികമായ പ്രേരണവും ദുർബോധനവും ഒക്കെ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, പ്ലാനിങ്ങോടുകൂടി മുന്നോട്ടു പോകാൻ, എന്റെ ജീവിതത്തിൽ മരിക്കുന്ന ഒരു ദിവസമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട് എന്ന ഓർമ്മയിൽ മുന്നോട്ടു പോകാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.